നമസ്കാരം, സ്മിത ടീച്ചറാണ്. പ്രാക്ടിക്കൽ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് കോൺകേവ് ലെൻസ്. ബാഹ്യവശങ്ങളിൽ കനം കൂടി ആന്തരഭാഗത്ത് കനം കുറഞ്ഞിട്ടുള്ള ലെൻസിനെയാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ് ഡൈവേർജിംഗ് ആണ്. കൺവേർജിംഗ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസും കൂടി ഉപയോഗിച്ചിട്ടാണ് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. രണ്ട് മെത്തേഡ്സ് ഉണ്ട്, ഇൻ കോണ്ടാക്ട് മെത്തേഡും ഔട്ട് ഓഫ് കോണ്ടാക്ട് മെത്തേഡും. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉപയോഗിച്ചിട്ടുള്ള ഇൻ കോണ്ടാക്ട് മെത്തേഡിലെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. തിയറി എഴുതി കൊടുക്കാനുള്ളത് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ എയിം എഴുതണം. To find the focal length of the given concave lens by using a convex lens in contact with the concave lens. Equation എഴുതണം. അതാണ് പ്രിൻസിപ്പിളിൽ കാണിക്കാനുള്ളത്. ഇൻ കോണ്ടാക്ട് മെത്തേഡിലുള്ള ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള പ്രിൻസിപ്പിൾ F equal to F1 divided by F1 minus F. ഇതാണ് നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, സ്മോൾ എഫ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എഫ് കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസസ് ആണ്. F1 എന്നത് കോൺവെക്സ് ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ അത് പ്രത്യേകം എഴുതി കാണിക്കുക. ഇൻ കോണ്ടാക്ട് മെത്തേഡ് ആണ്. അപ്പൊ ഇൻ കോണ്ടാക്ട് മെത്തേഡിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള റേ ഡയഗ്രം സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് വരയ്ക്കുക. ഞാൻ സ്കെയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല തൽക്കാലം. പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇത് നമ്മുടെ ഓബ്ജക്റ്റ് ആണ്. ഞാനിവിടെ കാൻഡിൽ ലൈറ്റ് ആണ് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ കോണ്ടാക്റ്റില് കോൺവെക്സ് ലെൻസ് ഓബ്ജക്റ്റിനെ ഫേസ് ചെയ്തും പിന്നില് കോൺകേവ് ലെൻസും വരത്തക്ക രീതിയിൽ വെക്കണം. നമുക്ക് ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. അപ്പൊ ഇതാണ് റേ ഡയഗ്രം. ലെൻസ് കോമ്പിനേഷൻ മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് യു എന്ന് പറയുക, രേഖാദൂരം. പിന്നെ ലെൻസ് കോമ്പിനേഷൻ മുതൽ ഇമേജ് ഫോം ചെയ്യുന്ന സ്ക്രീൻ വരെയുള്ള, സ്ക്രീനിന്റെ മുൻവശം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വി എന്ന് പറയുക. അപ്പൊ യുവും വിയും ആയി കഴിഞ്ഞു. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യു വി ബൈ യു പ്ലസ് വി ആണ്. കോമ്പിനേഷൻ ആയാലും കോൺവെക്സ് ലെൻസ് മാത്രമായാലും. അപ്പോ ടാബുലർ കോളം നമുക്ക് ഇങ്ങനെ എഴുതണം. ആദ്യത്തേതില് ലെൻസസ് യൂസ്ഡ്, കോൺവെക്സ് ലെൻസ് അലോൺ, then combination of convex and concave lenses. പിന്നെ ഒരു 4 ട്രയൽ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. യു വി ഓബ്ജക്ട് ഡിസ്റ്റൻസ് മാറ്റി മാറ്റി കറസ്പോണ്ടിങ് ഇമേജ് ഡിസ്റ്റൻസ് എടുത്ത് ക്ലിയർ ഇമേജ് ഫോം ചെയ്തിട്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് F equal to യു വി ബൈ യു പ്ലസ് വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. മീൻ ഫോക്കൽ ലെങ്ത് എടുക്കുന്നതാണ് F1 എന്ന് പറയുക. 4 പ്രാവശ്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 4 കൂടെ കൂട്ടി 4 വെച്ച് ഹരിച്ചാൽ മതി. അപ്പൊ F1 കിട്ടും. പിന്നെ അടുത്തത് ആണ് കോമ്പിനേഷൻ. കോമ്പിനേഷന്റെ റേ ഡയഗ്രം ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ മാത്രം കാണിക്കേണ്ട ആവശ്യമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. ഇതാണ് പ്രധാനമായിട്ടുള്ളത് ഇൻ കോണ്ടാക്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ. കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസസ്, അതിനും ഇതുപോലെ തന്നെ ടാബുലർ കോളം വരയ്ക്കുക. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക യു വി ബൈ യു പ്ലസ് വി. അപ്പോൾ കിട്ടുന്ന ഫോക്കൽ ലെങ്തിനെ, അതിന്റെ മീൻ വാല്യൂവിനെ ക്യാപിറ്റൽ എഫ് എന്ന് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കിട്ടുക F equal to F1 divided by F1 minus F എന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും. ഫോക്കൽ ലെങ്ത് കോൺകേവ് ലെൻസിന്റെ നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുക. ഡൈവേർജിംഗ് ലെൻസ് ആയതുകൊണ്ടാണ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നത്. റിസൾട്ട് മീറ്ററിൽ സൂചിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് റീഡിങ്സ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ,
കോൺവെക്സ് ലെൻസ് മാത്രം ഉപയോഗിച്ച് UV മെത്തേഡിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ഇലുമിനേറ്റഡ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് കാൻഡിൽ ലൈറ്റ് ആണ്. അതാണ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് U എന്ന് പറയുക. അതിവിടെ 15 സെന്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. 15 സെന്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ഇമേജ് ഫോം ചെയ്ത പൊസിഷൻ ഇവിടെ ഉണ്ട്. അത് നോക്കുക. അത് 31 സെന്റിമീറ്റർ ആണ്. ഇനി U വേരി ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള V കണ്ടുപിടിക്കണം. U വേരി ചെയ്തു. ഇമേജ് ക്ലിയർ ആയിട്ട് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലിയർ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. U കൂടുമ്പോൾ V കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ UV മെത്തേഡിലുള്ള ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് കോമ്പിനേഷൻ, അതായത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. കോമ്പിനേഷൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് UV മെത്തേഡിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. ഇലുമിനേറ്റഡ് ഓബ്ജക്റ്റിന് ഫേസ് ചെയ്യത്തക്ക രീതിയിൽ കോൺവെക്സ് ലെൻസ് വെക്കണം. അതിന്റെ പിന്നിലായിരിക്കണം കോൺകേവ് ലെൻസ് വെക്കേണ്ടത്. എന്നിട്ട് UV മെത്തേഡിൽ ക്ലിയർ ഇമേജ് ഫോം ചെയ്യിക്കുക. ഇപ്പൊ ഇവിടെ നമ്മുടെ ദീപനാളത്തിന്റെ ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. UV മെത്തേഡിൽ ഫോക്കൽ ലെങ്ത് കാണുക. ഇപ്പൊ ഇവിടെ U വന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ ആണ്. V വന്നിരിക്കുന്നത് 21.5 സെന്റിമീറ്റർ ആണ്. സ്ക്രീൻ മുതൽ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് വരെയുള്ള ഡിസ്റ്റൻസ് അതാണ് V എന്ന് പറയുക. ദാറ്റ് ഈസ് ഹിയർ 21.5. ഓബ്ജക്റ്റ് മുതൽ നമ്മുടെ ലെൻസ് കോമ്പിനേഷൻ വരെയുള്ള ഡിസ്റ്റൻസ് അതിനെയാണ് U എന്ന് പറയുക. അതിവിടെ 20 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് സ്ക്രീനിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിന്റെ ക്ലാരിറ്റിയിൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. ഇപ്പൊ ബ്ലേഡായി ക്ലിയർ ആയി വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള പൊസിഷൻ. ഇനിയും പിന്നിലേക്ക് നീക്കുകയാണെങ്കിൽ, സ്ക്രീൻ മാറ്റുകയാണെങ്കിൽ ഇമേജിന്റെ ക്ലാരിറ്റിക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ക്ലിയർ ഇമേജിന്റെ പൊസിഷൻ ഇതാണ് UV മെത്തേഡിൽ കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന രീതി. U ആദ്യം 20 സെന്റിമീറ്ററിനാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് അത് മാറ്റി 25, 30, 35 അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫോക്കൽ ലെങ്ത് UV മെത്തേഡിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നോക്കുക, ലെൻസ് വെക്കുന്ന മെത്തേഡിന് വലിയ പ്രാധാന്യമുണ്ട്. എപ്പോഴും കോൺവെക്സ് ലെൻസ് ആയിരിക്കണം മുൻവശത്ത് വരേണ്ടത്, കോൺകേവ് ലെൻസ് പിന്നിൽ. ഞാനത് കാണിച്ചു തരാം. താഴെ വീണ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചത്. കണ്ട, കോൺവെക്സ് ലെൻസ് വേണം. നമ്മുടെ കോൺവെക്സ് ലെൻസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോൺവെക്സ് ലെൻസ് വേണം. എന്തിനെ ഫേസ് ചെയ്ത് വെക്കാനായിട്ട്? നമ്മുടെ ഓബ്ജക്റ്റിനെ ഫേസ് ചെയ്ത് വെക്കാൻ. അതിൻ്റെ പുറകിലായിട്ടായിരിക്കണം ഇത് വെക്കേണ്ടത്, കോൺകേവ് ലെൻസ് വെക്കേണ്ടത്. ഉൾവശം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന, അകത്ത് തിക്നെസ് കുറവുള്ള ലെൻസ് വെക്കാനായിട്ട്. ഇതാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ് ഉൾവശത്ത് അതിന് കനക്കുറവാണ്. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസ് എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെൻസാണ്.
ഓക്കെ, അപ്പോൾ റീഡിങ്സ് എല്ലാം എടുത്തിട്ട് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. കോൺവെക്സ് ലെൻസ് മാത്രം ഉപയോഗിച്ച് യു വി മെത്തേഡിൽ ഫോക്കൽ ലെങ്ത് കാണാൻ സെറ്റ് ചെയ്യുമ്പോഴേക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും കൂടിയുള്ള കോമ്പിനേഷൻ ഉപയോഗിച്ച് യു വി മെത്തേഡിൽ സെറ്റ് ചെയ്യുമ്പോൾ ചില കോമ്പിനേഷന് മാത്രമേ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുള്ളൂ. എൻ്റെ കയ്യിലുള്ള നല്ല കോൺകേവ് ലെൻസ് പൊട്ടിപ്പോയി. ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന കോൺകേവ് ലെൻസ് അത്ര പോരാ, അതുകൊണ്ടാണ് നല്ലൊരു ഇമേജ് കിട്ടാത്തത്. തിയറി എന്തായാലും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. റീഡിങ്സ് എല്ലാം എടുത്ത് കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് യു വി മെത്തേഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40, 45, 50, 55 ഇങ്ങനെയാണ് യു വാല്യൂസ് എടുത്തത്. രണ്ടാമത് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് വി വാല്യൂസും മെഷർ ചെയ്തു. എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി വെച്ചിട്ട് യു 40 വി 14.4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10.58 എന്ന് ഫോക്കൽ ലെങ്ത് കിട്ടും. അങ്ങനെ ഡിഫറെൻറ്റ് യു വാല്യൂസിന് ഉള്ള കറസ്പോണ്ടിങ് വി വാല്യൂസ് എടുത്തിട്ട് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുമ്പോഴുള്ള വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് മീൻ കോൺവെക്സ് ലെൻസിന്റെ കിട്ടിയത് 10.23 സെന്റിമീറ്റർ ആണ്. കോമ്പിനേഷൻ ഓഫ് കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസസ് ഇൻ കോണ്ടാക്ട് മെത്തേഡിൽ വെച്ചു. അപ്പോൾ 50 സെന്റിമീറ്റർ മുതൽ യു വാല്യൂസ് സ്റ്റാർട്ട് ചെയ്തു. 50, 55, 60, 65 അങ്ങനെ എടുത്തപ്പോൾ വി കിട്ടിയത് ഇപ്രകാരമായിരുന്നു. 48.1, 45.2 അങ്ങനെ കുറഞ്ഞു വന്നു. 42, 40.3 അങ്ങനെ വന്നു. അവിടെയും എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് 24.7 ആണ് മെയിൻ വാല്യൂ കിട്ടിയത്. പിന്നെ നമ്മുടെ കോൺകേവ് ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് F1 ഡിവൈഡഡ് ബൈ F1 മൈനസ് എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ക്യാപിറ്റൽ എഫ് എന്ന് കൊടുത്തിരിക്കുന്നത് കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് ആണ് 24.7. F1 എന്നുള്ളത് കോൺവെക്സ് ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് ആണ്. ഡിനോമിനേറ്ററിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, F1 മൈനസ് എഫ് ആണ്. ഇവിടെ ചെറിയ വാല്യൂ വരുന്നത് കോൺവെക്സ് ലെൻസ് മാത്രം ഉപയോഗിക്കുമ്പോഴാണ് ഫോക്കൽ ലെങ്തിന്. സോ 10.23 അതാണ് ഫോക്കൽ കോൺവെക്സ് ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത്. ദാറ്റ് മൈനസ് കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് 24.7. അപ്പോൾ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്, അതുകൊണ്ട് തന്നെ റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കിട്ടിയത് 17.4 സെന്റിമീറ്റർ എന്നാണ്. മൈനസ് 17.4 സെന്റിമീറ്റർ എന്നാണ്. റിസൾട്ട് എഴുതണം. ഫോക്കൽ ലെങ്ത് ഓഫ് ദി concave lens equal to minus 17.4 into 10 power minus 2 meter. എപ്പോഴും റിസൾട്ട് എഴുതേണ്ടത് SI യൂണിറ്റിൽ ആയിരിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കോൺകേവ് ലെൻസ് ഇൻ കോണ്ടാക്ട് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. കോൺകേവ് ലെൻസ് ഒരു വശമെങ്കിലും ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ലെൻസാണ്. കോൺകേവ് ലെൻസിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറയാം. എ കോൺകേവ് ലെൻസ് ഈസ് യൂസ്ഡ് ടു ഡൈവേർജ് ഇൻസിഡന്റ് റേസ്. ദിസ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ വെർച്വൽ ഇമേജ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി റിഫ്രാക്റ്റിംഗ് സർഫസ്. Hence, these lenses are used in binoculars, telescopes, cameras, flashlights and eyeglasses. The images are erect and upright, unlike the real images. As the concave lens diverges the light instead of converging, the power is negative. Focal length is the reciprocal of the power. Therefore, as power is negative for a diverging lens, the focal length of the concave lens is also negative.
കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് നെഗറ്റീവ് ആയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കാരണം അത് ഡൈവേർജിങ് ആണ് എന്നുള്ളതാണ്. പവറും നെഗറ്റീവാണ്. പവർ നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഫോക്കൽ ലെങ്തും നെഗറ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. ഐ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. മയോപ്പിക് ആയിട്ടുള്ള ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യാനാണ് കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.